വെച്ചിട്ട് ഇതാണ് പൊറോട്ട വീശൽ. ലോക്ക്ഡൗൺ ആയപ്പോൾ വീട്ടുകാർക്ക് പൊറോട്ട ഉണ്ടാക്കണമെന്നൊരാഗ്രഹം. പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, പൊറോട്ട ഉണ്ടാക്കാം. അതാണ് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്. പൊറോട്ട ഉണ്ടാക്കണം. പഠിക്കുന്ന കാലത്ത് കുറച്ച് കാലം ഹോട്ടൽ പണി എടുത്തുകൊണ്ട് അതിൻ്റെ ഒരു ഗുണം കിട്ടി. വെറുതെ ഇങ്ങനെ ലോക്ക്ഡൗണിലിരിക്കുമ്പോൾ കുറച്ച് പൊറോട്ടയൊക്കെ കുഴച്ചാൽ ഒരു എക്സസൈസുമായി, വീട്ടുകാർക്കൊരു എക്സ്പീരിയൻസുമായി. ശരിക്കും ഈ പൊറോട്ട ടേസ്റ്റി ആവണമെങ്കിൽ, നല്ല സ്മൂത്ത് ആവണമെങ്കിൽ ഈ കുഴക്കൽ വളരെയധികം കൂട്ടണം, നന്നായിട്ട് മിക്സ് ആവണം. അങ്ങനെ നല്ല രീതിയിൽ കുഴച്ച് ശരിക്കും ഇത് മിക്സാവും. അങ്ങനെ കുഴച്ച് വെക്കുക. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വേണം ഇതിൻ്റെ ബോൾ പിടിക്കാൻ. ബോൾ പിടിച്ച് അത് വീശി നമുക്ക് നല്ല പൊറോട്ട കഴിക്കാം. കുഴച്ച് വെച്ച് കുറച്ച് സമയം ഇനി നമ്മളതിനെ ബോളാക്കി മാറ്റുകയാണ്. ബോളുകളാക്കിയതിന് ശേഷമാണ് അടുത്ത പരിപാടി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അതാണ് ചെയ്യാൻ പോണത്. മൂന്ന് 6 3 9 10 11 ഉണ്ട്. മീൻസ് 22 ഉണ്ടാവും. ഞങ്ങൾക്കും ഞങ്ങളുടെ അയൽവാസികൾക്കും കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഇനി ഇത് കുറച്ച് സമയം കൂടെ കാത്തിരിക്കണം. നമുക്കത് കഴിഞ്ഞിട്ട് ഇതൊന്ന് വീശി നല്ല പൊറോട്ടയാക്കി എടുത്ത്, ഇന്നത്തെ ഭക്ഷണം പൊറോട്ടയാണ്. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വിശാലമായിട്ട് നമുക്ക് വീശി പൊറോട്ടയാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പൊറോട്ട ഏതാണ്ട് വീശാനായിട്ടുണ്ട്. നമ്മളത് ഇതാണ് പൊറോട്ട വീശൽ. കൊണ്ടേ വീശിട്ട് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ അവസാനത്തെ പിന്നെ ഇതും കൂടെ ബോള് വീശുകയാണ്. മിജു ഇങ്ങോട്ട് കുറച്ചും കൂടെ. മോനിങ്ങനെ ഒരു ആവേശത്തിലാണ്, പൊറോട്ടൻ്റെ ആവേശത്തിലാണ്. മിജു പൊട്ടിക്കരുത്. പിന്നെ എനിക്ക് പൊറോട്ട ഉണ്ടാക്കി പഠിക്കണോ? ഞാൻ പഠിപ്പിച്ചു കേട്ടോ. ഇപ്പോൾ കറക്കണ്ട, മറിക്ക് അവിടെ നിന്നോ കേട്ടോ. അപ്പോൾ നമുക്കിനി കുറച്ച് കഴിഞ്ഞിട്ട് പൊറോട്ട ചൂടാം. ഓക്കെ, ആദ്യത്തെ പൊറോട്ട ആയിട്ടുണ്ട്. അടിപൊളി. ഇപ്പം വീട്ടിലായതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. ഇങ്ങനെ ആക്കാം. ഓക്കെ, നല്ല സൂപ്പർ പൊറോട്ട ഉണ്ട്. നല്ല പതുണ്ട്, മയമുണ്ട്. ആഹാ, മിജോ ഒന്ന് കഴിച്ചു നോക്കുക. ഒരു പീസ് എടുത്ത് നോക്കിയേ. അടിപൊളി സൂപ്പർ പൊറോട്ട. കഴിച്ചു നോക്കുക. അങ്ങെടുത്തോ ജൂട്ടാ.
അതുകൊണ്ട് ഇവിടാണ് ചെയ്യാത്ത പണി ചെയ്ത് ശീലിച്ചിട്ടേ അറിയാതെ അവിടെ തട്ടിപ്പോയി കൈ പൊള്ളി. സാരമില്ല, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു സ്കില്ല് പണ്ടേ പഠിച്ചു വെച്ചിട്ടുണ്ട്, അത് മറന്നുപോകില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാവുന്നൊരു കാര്യം. പിന്നെ ഇങ്ങനെ ലോക്ക്ഡൗൺ സമയത്തൊക്കെ അല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുക. എന്തായാലും ഓരോരുത്തർ ഓരോ ആക്ടിവിറ്റി ചെയ്യുന്നു. ഞാൻ എൻ്റെ ഒരു ആക്ടിവിറ്റി പഴയ കുക്കിംഗ് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാലം ഹോട്ടൽ, കുറച്ചല്ല നല്ല കാലം മീൻസ് പഠിക്കുന്ന കാലത്ത് ഏതാണ്ട് എല്ലാം തന്നെ ഹോട്ടലായിരുന്നു. അപ്പോൾ ഹോട്ടൽ ജോലി ചെയ്തതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസാണ് ഇവിടെ കാണുന്നത്. പിന്നെ ലൈഫിൽ എന്തും ചെയ്യാനുള്ള മടി ഉണ്ടാവരുതെന്നുള്ളത് നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യാം. അത് ഫാമിലിയിൽ നിന്നാകുമ്പോൾ ഏറ്റവും നന്നായി. ഓക്കെ, നമ്മൾ പൊറോട്ട മേക്കിംഗ് അവസാനിക്കുകയാണ്. ഇനി ഇത് കഴിക്കലാണ് ഇനി അടുത്ത പരിപാടി. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് സത്യത്തിൽ പൊറോട്ടയ്ക്ക് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നല്ല ബീഫോ ചിക്കൻ കറിയൊക്കെയാണ്. അത് കിട്ടിയിട്ടില്ല, അതാണ് ഇപ്പോൾ ഒരു പ്രശ്നം. തൊട്ടയൽപക്കത്ത് വളർത്തുന്ന മീൻ കിട്ടിയിട്ടുണ്ട്. അതാണ് ഇന്നത്തെ പൊറോട്ടയും മീനുമാണ് ഇന്നത്തെ ഫുഡ്. എന്തായാലും വളരെ സന്തോഷം. ഞാനിങ്ങനെ ഒരു കാര്യം ചെയ്ത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ കഴിഞ്ഞു. നിങ്ങളുടെ ഇത് കണ്ടതിന് ശേഷമുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. സ്നേഹപൂർവ്വം ഞാൻ മുജീബ് MT വ്ളോഗ്.